ഗായ്സ്, ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾക്ക് ഒരു നൈറ്റ് ഡ്രൈവ് പോവാണ്. നമ്മൾ എങ്ങോട്ടാണ് പോണേ? നമ്മൾ കണ്ണൂർ മാതമംഗലം മാതമംഗലത്ത് പോവാണ്. ഞങ്ങൾ ഇപ്പോൾ സമയം 3:30. അവിടെ എപ്പോഴെത്താന്ന് അവിടെ എപ്പോഴും നമ്മൾ എത്തണം. 11:30 ഉള്ളിലൊക്കെ എത്തുന്നുണ്ടാവും. 11:30 വെങ്ങളം കഴിഞ്ഞാൽ ഫുള്ള് കുണ്ടും കുഴിയാണ്. അത് നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ വീഡിയോ. യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോണ വഴിക്കത്തെ കാഴ്ചകളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ബാക്കി അവിടെ പോയി പോണ വഴിക്ക് നല്ല മഴയാണ്. നല്ല മഴ. എന്തെങ്കിലും പറയണ്ട മഴനെ പറ്റിയിട്ട്? എന്തെങ്കിലും റോഡാണ്ട റോഡ് ഹൈവേ കാരണം കുഴപ്പമില്ല. നമ്മള് വെങ്ങളം കട്ടിലാണ്, അപ്പോൾ അതൊക്കെ പോകാൻ പറ്റുള്ളൂ. 11:30 എത്തിണ്ടാവും. അവിടെ പോയൊക്കെ എന്തായാലും ഇതാണ് ആ കൂരിയാട് പൊട്ടിയ സ്ഥലം. അവിടെ എത്തി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, പണി പെട്ടെന്ന് തീരുന്നുണ്ട്. കാര്യങ്ങളാണ് പൊട്ടിയത്. ഇപ്പം ഏകദേശം കുറച്ച് തീർന്നുണ്ട്, കുറച്ച് തീരാനുണ്ട്. ഫോണേക്ക് കാണാം. ഓക്കെ, കുറച്ചേരം ഉറങ്ങിയ കാരണം കുഴപ്പമില്ല. അല്ലെങ്കിൽ അങ്ങനെ ഉറക്കം വന്ന് ആകെ ക്ഷീണമാവും. 3 മണിക്കല്ല വണ്ടി എടുത്ത്. അത്ര നേരം ഉറങ്ങാൻ പറ്റില്ലല്ലോ. കുറച്ചേരം ഉറങ്ങി കാരണം കുറച്ച് നീളം പോവും. നമുക്ക് മുഖമൊക്കെ കഴിഞ്ഞാൽ നാളെ ലീവാണ്. നാളെ ജാമായി കഴിഞ്ഞാൽ ഞായറാഴ്ചയാണ്. പിന്നെ നമുക്ക് തിങ്കളാഴ്ച ലോഡ് ഇട്ടുള്ളൂ. കുഴപ്പമുണ്ടല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നാളെ ശനിയാഴ്ച ആയ കാരണം നാളെ കമ്മിയാണ്, ബ്ലോക്ക് കമ്മിയാവില്ല. വേറെ കാര്യമുണ്ട്, റെഡാവായിരുന്നാൽ മതി. നല്ല മഴയാണ്. റെഡായി കഴിഞ്ഞാൽ സ്റ്റോപ്പോ. എന്തായാലും ഇപ്പൊ പോണ റോഡ് കുഴപ്പമൊന്നുമില്ല. നല്ല റോഡാണ്. കുറച്ചേരം കഴിഞ്ഞാലാവൂലേ? പണി കഴിഞ്ഞിട്ടില്ല. ഫുള്ള് പണി കഴിഞ്ഞാൽ ഉഷാറാവും. 11:30 എന്നുള്ളത് ഒരു 10 മണിക്കുള്ളിലൊക്കെ എത്തും. നല്ല റോഡാണ്. ഇങ്ങനത്തെ റോഡ് 10 മണി 9 ആ ടൈമിലൊക്കെ എത്തും. നേരെ പഠിച്ചാൽ നമ്മളിപ്പോൾ വെള്ളിമുക്ക് കഴിഞ്ഞ് വെള്ളിമുക്ക് അവിടെ നിന്ന് കയറി ചേളാരെത്താൻ ഏകദേശം. ഇവിടെ നിന്ന് ഇനി എത്ര ദൂരം ഉണ്ടാവും നമുക്ക്? 125 കിലോമീറ്റർ ഉണ്ടെന്നാണ് തോന്നുന്നത്. കണ്ണൂർ നമുക്ക് പിന്നെയും പോവാണ്ട് 45 കിലോമീറ്റർ പോവാണ്ട് കണ്ണൂരിന്. മാതമംഗലം കഴിഞ്ഞ് അരവഞ്ചാലെത്താം. മാതമംഗലത്ത് കൂടെ നമ്മൾ പോവല്. പിന്നെ പയ്യന്നൂർ വഴി പോവാ. മാതമംഗലം വഴിയാണ് നമ്മൾ പോക്ക്. സാധാരണ നല്ല എളുപ്പമാണ്. നമ്മൾ മാഹി ആയിരിക്കല്ലോ പോവാ. ഈ മാഹി നമ്മൾ പുതിയ ഹൈവേ കയറലില്ല. നമ്മളിപ്പോൾ പഴയ റോഡിന് പോകും. മാഹിയിൽ ടോള് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്താലും മുതലാവില്ല ലോഡില്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് ഉണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ അടിയിൽ കൂടെ പോവാം. പഴയ റോഡിന് എന്നാ ഹൈവേയിലും ഉണ്ട്. 2 സൈഡിൽ പമ്പ് ഉണ്ട്. ഇറങ്ങാം. സ്ഥിരമായിട്ട് അടിക്കുന്ന പമ്പ്. നല്ല മഴയാണ്, അതാണ് ഒരു പേടി. നാളെ അത് റെഡായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. എന്താണ് ഇവിടെ നല്ല മഴയാണ്. പെരുഞ്ചാതി മഴ. ഇപ്പൊ മഴയ്ക്ക് കുറച്ച് കുറവുണ്ടല്ലേ? മഴക്ക് കമ്മിണ്ട്. ഓരോ പഞ്ചായത്തിലുള്ള മഴയാണോ സംശയമുണ്ട്. അവിടെ കുറച്ച് മഴ, ഇവിടെ മഴ ഇല്ല. കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടോന്ന് അറിയില്ല. അടുത്ത സ്ഥലത്ത് ഇനി അടുത്ത മഴ. നൈറ്റ് ഡ്രൈവ് ഭയങ്കര ഇഷ്ടമാണോ? നൈറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞ പൊളിയല്ലേ? ഉറക്കം മഞ്ഞിലേക്ക് പൊളിയാണ്. സ്ഥിരമായിട്ട് പോണവർക്ക് ഭയങ്കര. ഒരു നേരത്തെ അരി പ്രശ്നപ്പെട്ടാൻ പോവല്ല. അപ്പൊ ഉറക്കം കളഞ്ഞേ പറ്റൂ.
എത്താ റീസ? നമ്മളിതാ കോഴിക്കോട് ടോളെത്താനായി. ടോളാ? ടോള് വർക്കിംഗ് ഉണ്ടോ? ടോള് വർക്കിംഗ് തുടങ്ങിയിട്ടില്ല, ആയിട്ടില്ല. ടോള് വർക്കിംഗ് ആവണുള്ളൂ. പക്ഷെ ഇവിടെ നല്ല സൗകര്യങ്ങളുണ്ട് കേട്ടോ. ഈ ടോള് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സൗകര്യം ഉള്ളൊരു ടോൾ പാസ് ആണ്. കാണാനും നല്ല മൊഞ്ചുള്ള, അത്യാവശ്യം സൗകര്യങ്ങൾ എല്ലാതും ഉണ്ട്. ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ടോൾ പ്ലാസ കാണാനും. പിന്നെ അത്യാവശ്യം വീതി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പറഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ ഒരേ ടോൾ പാസ് അല്ല. ഇത് ഇവിടെ ഈ സൈഡ് ലെഫ്റ്റ് സൈഡിന് ഒരു ടോൾ പാസ്, ഈ സൈഡ് റൈറ്റ് സൈഡ് പോകുമ്പോ അവിടുന്ന് വരുമ്പോ അവിടെ ഒന്ന്. അതാവുമ്പോ അതായത് നോക്കിയാ ഇത് കാണിച്ചു കൊടുക്കും. കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വണ്ടി തൂക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും. കണ്ണൂര് 97 കിലോമീറ്റർ അല്ലേ? 97 കിലോമീറ്റർ. ഉറക്കം വരുന്നുണ്ട് എനിക്ക്? ഇല്ല, ഉറക്കം കുറച്ചു നേരം ഉറങ്ങിയ കാരണം വരില്ല. കുറച്ച് കഴിഞ്ഞാൽ എന്താ സ്ഥിതി അറിയാം. ഉറക്കം വന്ന് നമ്മൾ സൈഡാക്കുന്നു, ഓരോ കട്ടനടിക്കുന്നു. അത് വിളിക്കും. കട്ടനാണ് മെയിന്. വണ്ടി എടുക്കുമ്പോൾ എങ്ങനെയായാലും കട്ടൻ വേണം. കട്ടനില്ലാത്ത ഡ്രൈവിംഗ് ഇല്ല. കുറച്ച് ഓടിയാൽ ഒരു 50 കിലോമീറ്റർ ഓടി നമുക്ക് ഒരു കട്ടനം കിട്ടാം. കുറേ സ്ഥലങ്ങൾ പണി കഴിയാത്ത റോഡുകളുണ്ടല്ലോ. ഇതിന്റെ വർക്കൊക്കെ എന്നാ തീരെ അറിയില്ല. 2027 തീരുണ്ടാവും, ഫുള്ളാവും. അതുകൊണ്ടാണ് അറിയില്ല. ഇത് ഇവിടൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളെത്തുന്ന അങ്ങോട്ട് കുറച്ച് പണി. അങ്ങനെ നമ്മളിപ്പോ നല്ല റോഡിൽ നിന്ന് ഇറങ്ങി അതിഭയങ്കരമായ റോഡിലേക്ക് ഇറങ്ങാം. ഇത് എത്ര ദൂരം ഉണ്ട് അവിടെ ഇങ്ങനെ? ഇത് ഇവിടെ നിന്ന് തുടങ്ങി ഏകദേശം വടകരയൊക്കെ എത്താൻ നേരത്ത്, വടകര കയറുമ്പോൾ കുഴപ്പമില്ല റോഡ്. കുറച്ച് നല്ലത്, കുറച്ച് മോശമായ റോഡുകൾ. കുറച്ച് ഭാഗം ശരിയാക്കിയിട്ടുണ്ട്, കുറച്ച് ഭാഗം ഇതേമാതിരി കിടക്കും. റോഡിൻ്റെ അവസ്ഥ റോഡിൻ്റെ അവസ്ഥ ചാടി നമ്മള് ഉള്ള കുളത്തിലൊക്കെ ചാടിയിട്ടില്ലേ? റോഡ് വണ്ടിക്കാർക്ക് ഭയങ്കര പ്രശ്നമാണ്. ടയറൊക്കെ പോകും. ടയർ പോയാൽ എയറൊക്കെ കുടുങ്ങിയ പറ്റ മോശം റോഡല്ലേ? വടകര വരെ ഉണ്ടാവും. ഈ വണ്ടി നമ്മളെ അവിടെ ഉള്ള വണ്ടിയാണ്, ഫാസിൽ ഖാന്റെ വണ്ടിയാണ്. വണ്ടിക്കാര് എല്ലാരും സൈഡാക്കിയാണല്ലേ ഉറങ്ങാൻ വേണ്ടിട്ട് സൈഡാക്കി. അവരൊക്കെ ഇന്നലെ പോയ ആൾക്കാരാണ്. സ്ഥിരമായിട്ട് പോണവരുണ്ട്. സ്ഥിരമായിട്ട് പോകുമ്പോ എന്താ വെച്ചിട്ടാ ഉറക്കം ഭയങ്കര പ്രശ്നമാണ്. ഉറക്കം ഭയങ്കര ഡേഞ്ചറാണ്. ഞാനിതേമാതിരി സ്ഥിരമായിട്ട് ലോഡ് എടുത്തിരുന്നു. 6 ദിവസം ലോഡ് എടുത്തിരുന്ന ദിവസങ്ങളുണ്ട്. അപ്പോൾ ഉറക്കം വന്നു കഴിഞ്ഞാൽ നമ്മളിതേമാതിരി ഉറങ്ങിയിട്ട് നമ്മളൊരു സൈഡിലേക്കൊക്കെ പോകും. അതൊക്കെ പ്രശ്നമാണ്. ഉറക്കം ഭയങ്കര സീനാണ്. ഇതാ കുണ്ടിലൊക്കെ ചാടിയിട്ട് വലിയ വലിയ കുളങ്ങൾ. ഊരയുടെ പരിപ്പ് പോവില്ലേ? പറയണ്ട, വലിയ പോയ. ആ കുണ്ടും കുഴിയൊക്കെ കഴിഞ്ഞ് നല്ല റോഡിലേക്ക് ഇറക്കിയില്ലേ? അത് നല്ല റോഡെന്ന് പറയല്ലേ. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ.
ആണോ? അത് കഴിഞ്ഞാൽ പിന്നെ കച്ചറുണ്ട്. പിന്നെ ആടി ഇങ്ങനെ പോണല്ലേ? ആ നമ്മൾ എത്ര ദൂരം ഈ കുണ്ടും മുഴുവനും ചാടി പോണം? നമ്മൾ ഇവിടുന്ന് വടകര വരെ എങ്ങനെ പോകും? വടകര വരെ അല്ലേ? വടകര എത്തണ വടകര കഴിഞ്ഞിട്ടോ? വടകര കഴിഞ്ഞ നല്ല റോഡ്, വലിയൊരു കുഴപ്പമില്ല. ഇവിടുന്ന് അങ്ങോട്ട് മൂരാട് പാലം വരെ കച്ചറ തന്നെ. മൂരാട് പാലം കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കുറെ വടകര ടൗണ് ഒന്നും കുഴപ്പമില്ല. ചെറിയെത്തി മാഹെത്തിയില്ലേ? പമ്പുകൾ കുറെ ഇവിടുന്ന് നമുക്ക് എന്താ പരിപാടി? എണ്ണടിച്ച് പോണോ? എണ്ണ ഫുൾ ടാങ്ക് ആക്കാം. ഫുൾ ടാങ്ക് ഒന്നല്ല, നമ്മള് സ്ഥിരം അടിക്കുന്ന സ്ഥലമുണ്ട്. അവിടുന്ന് പോകണം. സ്ഥിരം അടിക്കുന്ന പമ്പുണ്ട്. അങ്ങനെ പമ്പ് എത്തി. ഇവിടുന്നാണ് നമ്മൾ സ്ഥിരം അടിക്കുന്നത്. റേസ് അങ്ങനെ പമ്പിൽ കയറി എണ്ണ അടിക്കുകയാണ്. മായിന് അങ്ങനെ തന്നെയാണ്. ഫുൾ ടാങ്ക് ആയിക്കോട്ടെ. റേസ് അങ്ങനെ വണ്ടി ഫുൾ ടാങ്ക് ആക്കിയിരിക്കുന്നു. റേസേ മായിന് എണ്ണടിച്ച് പോവാണ്. ഇനി നേരെ കണ്ണൂര് മാതമംഗല അരവഞ്ചാല്. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. എവിടെയും റേസ് നമ്മളിപ്പോൾ അരവഞ്ചാല്. അരവഞ്ചാൽ. നമ്മൾ ഇവിടുന്ന് കല്ലെടുക്കാൻ വേണ്ടി വന്നാണ്. ഇനി ആ 2 വണ്ടി ഉണ്ട്. ലോഡാവാൻ ലോഡായി കഴിഞ്ഞാൽ വണ്ടി കണ്ടിട്ട് കൊടുക്കണം. നമ്മൾ ലോഡാവും. ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് വണ്ടി ഇട്ട് കൊടുക്കുകയാണ്. ഇന്നത്തെ ലോഡ് ഇതാണ്. ചെങ്കല്ല്, കണ്ണൂർ കല്ല്. കണ്ണൂർക്ക് എല്ലാവർക്കും ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും. ഇറക്കാണ്. ഫുള്ള് ചളിയാണ് ഗൈസ്. മഴ പെയ്ത് ആകെ വെള്ളം നിറഞ്ഞു. ഭായിമാരിതാ പണി തുടങ്ങി. കൂടുതൽ കല്ലുണ്ട്. എവിടെ ഇട്ടെടുക്കാം? ഇവിടെ വെച്ചോ. ഇവിടെ 2 വണ്ടി പകുതി ലോഡിലിരിക്കുക. അങ്ങനെ വണ്ടി ലോഡായിട്ടുണ്ട്. നാട്ടിലേക്ക് ആൾ പോവാണ്. വണ്ടി ലോഡായി ഇറങ്ങാണ്. അവിടുന്നാണ് കയറ്റിയത്. നമ്മള് ആഡ് ബ്ലൂ അടിക്കാൻ പോകണം. ആഡ് ബ്ലൂ ആകെ 3 കട്ടുള്ളൂ. ആഡ് നമ്മൾ എന്തായാലും അടിക്കണം, നിർബന്ധമാണ്. ആഡ് ബ്ലൂ അടിച്ചിട്ട് വരാം. ഓക്കെ, അപ്പൊ ഞങ്ങൾ ആഡ് ബ്ലൂ ആയിട്ട് വണ്ടി എടുത്തു. എന്താ ചെയ്യാല്? ഇറങ്ങിയതും നേരെ അവരെ മുന്നേക്കാ പോയി പെട്ടില്ലേ? കുഴപ്പമില്ല. ഇതൊക്കെ പറഞ്ഞില്ല. ബ്ലോക്കാണ് വടകര. ഈ വടകര ബ്ലോക്കാണ്
പറയുന്നുണ്ട്, ഗ്രൂപ്പിലൊക്കെ പറയുന്നുണ്ട്. അവിടെ എത്തുമ്പോഴും നേരം വെക്കുവോ? നാളെ ലീവല്ലേ? ലീവാണ്ട് പിന്നെ കുഴപ്പമില്ല. നാളെ പോയിട്ട് മുടിയൊക്കെ ഒന്ന് വെട്ടണം. ഉച്ചയ്ക്ക് മുടി കൂടുതലാണ് കേട്ടാ.